പ്രാർത്ഥിച്ചാലും സൗഭാഗ്യവതി പ്രാർത്ഥിച്ചാലും നിൻ പ്രാർത്ഥനയാൽ നാഥൻ പുണ്യം നൽകിയിടട്ടെ. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധിയിലൂടെ രാജജനേത്രി എന്ന പദവിയിലേക്ക് ഉയർന്ന് തന്റെ വിനയത്താൽ ദൈവവചനെ തന്റെ ഉദരത്തിൽ വഹിക്കുവാനും ലോകത്തിന് ജീവൻ നൽകിയവനെ പാലൂട്ടുവാനും ഭാഗ്യം ലഭിച്ച പരിശുദ്ധിയായ കന്യകമറിയാം അമ്മയുടെ ശൂനോയോ നോമ്പിൽ കൂടി നാം കടന്നു പോവുകയാണല്ലോ. ഇന്ന് പ്രതിസന്ധികൾ നിറഞ്ഞ, പ്രതികൂലതകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ഒന്ന് ധ്യാനിക്കുമ്പോൾ അമ്മ അനേക മൂല്യങ്ങളുടെ വിളനിലമായിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നിഷ്കപടമായ, നിസ്വാർത്ഥമായ, നിഷ്കളങ്കമായ കർമ്മത്തിന്റെ നല്ല മാതൃകകളെ അമ്മയുടെ ജീവിതത്തിലുടനീളം കണ്ടെത്തുവാൻ നമുക്ക് കഴിയും. ഈ ധന്യമായ നിമിഷത്തിൽ അമ്മയെക്കുറിച്ച് 2 ചിന്തകൾ മാത്രം പങ്കുവയ്ക്കുവാനായി ആഗ്രഹിക്കുന്നു. ആദ്യമായി, തന്റെ ഹൃദയത്തെ ദേവാലയമാക്കി രൂപാന്തരപ്പെടുത്തിയ മറിയാമിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പരിശുദ്ധ അമ്മ തന്റെ സമർപ്പിത ജീവിതം കൊണ്ട് തന്റെ ഹൃദയത്തെ ദേവാലയമാക്കി മാറ്റുകയാണ്. തന്റെ ജീവിതം മുഴുവൻ ദൈവത്തിനായി സമർപ്പിച്ച സ്ത്രീരത്നമാണ് പരിശുദ്ധ മറിയം. നമുക്കൊക്കെയും എപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഈ ദിവസത്തിൽ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അമ്മയുടെ ജീവിതത്തിലുടനീളം ദൈവീക ശുശ്രൂഷയ്ക്കായി വേർതിരിച്ച ഒരു ജീവിതം നമുക്ക് കാണുവാൻ സാധിക്കും. പൈതൽ പ്രായം മുതൽ തന്നെ ദേവാലയ ശുശ്രൂഷയിലും ദൈവീക കാര്യങ്ങളിലും അതീവ ശ്രദ്ധാലുവായിരുന്ന മാതാവ് തന്റെ ജീവിതം പരിപൂർണമായി ദൈവത്തിനായി സമർപ്പിച്ച് ദേവാലയ ശുശ്രൂഷകളിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു. അമ്മ നമ്മോട് പറയുന്നത് നമ്മുടെ ഹൃദയം ദേവാലയമാക്കുവാനാണ്. അവിടെ ക്രിസ്തു ജനിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം നിരർത്ഥകമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. രണ്ടാമതായി, എല്ലാ അനിശ്ചിതത്വങ്ങളെയും അനുഗ്രഹമാക്കി രൂപാന്തരപ്പെടുത്തുന്ന മാതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ജീവിതത്തിൽ പലപ്പോഴും പ്രതിസന്ധികളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ നോക്കി മുമ്പോട്ട് ചരിച്ച സാക്ഷ്യമുള്ള ഒരു ജീവിതമാണ് അമ്മയുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ, പ്രതികൂലതകളെ, പ്രതിബന്ധങ്ങളെ ഒരു അനുഗ്രഹമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുമെന്ന് അമ്മ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അമ്മയുടെ ജീവിതത്തെ പരിശോധിച്ച് അമ്മയുടെ മാതൃകയെ പിൻപറ്റുമ്പോൾ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അനുഗ്രഹമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. മറിയാം തന്റെ പാട്ടിൽ പറയുന്നത് പോലെ ഏത് പ്രതികൂലതകളിലും പ്രതിസന്ധികളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള മനോഭാവം നമ്മുടെ ഉള്ളിലും നാം ആർജിച്ചെടുക്കണം. പരിശുദ്ധ കന്യകമർത്ത മറിയാം അമ്മയുടെ നോമ്പിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും രോഗങ്ങളിൽ നിന്നുള്ള വിമുക്തിയും പ്രശ്നങ്ങളിൽ നിന്നുള്ള പരിഹാരവും പ്രയാസങ്ങളിൽ നിന്നുള്ള വിടുതലും മാതാവിന്റെ മധ്യസ്ഥതയാൽ ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.